ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം അവിടെ തന്നെ കാണുമോ? ഇപ്പോൾ ദ്വാരപാലകരുടെ വിഗ്രഹം കാണുന്നില്ല. അത് ഇപ്പോൾ തിരിച്ചു വെക്കാൻ പോകുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഒറിജിനൽ കടത്തി. വാതിൽപ്പാളി, സ്വർണം പൂശിയ വാതിൽപ്പാളി കാണാനില്ല, അതിൻ്റെ കട്ടിള കാണാനില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഭക്തർക്കുള്ള സംശയമാണ്, ഇനി ഭഗത്തിരിക്കുന്ന ഭഗവാനുണ്ടല്ലോ അത് ഒറിജിനലാണോ, അത് ഈ കള്ളന്മാർ ദുഷ്ടന്മാർ മാറ്റിക്കാണുമോ എന്നൊരു സംശയം സാധാരണ ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നത്, ശബരിമല തീവയ്പുണ്ടായപ്പോൾ അയ്യപ്പൻ്റെ മുമ്പുണ്ടായിരുന്ന വിഗ്രഹത്തിൻ്റെ കൈയൊക്കെ തല്ലി ഒടിച്ചിരുന്നു. കൈയൊക്കെ തല്ലി ഒടിച്ചത് ആരാണെന്ന് അത് സംബന്ധിച്ചുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ കേശവൻ നായരുടെ റിപ്പോർട്ടിൽ അല്ലേ, വളരെ കേശവ മേനോൻ റിപ്പോർട്ടിൽ ഇത് ക്രൈംബ്രാഞ്ച് CID മറ്റോ ആയിരുന്നു പുള്ളി, CID IG DIG ആയിരുന്നു അദ്ദേഹം. കൊടുത്തുള്ള റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിലും റിപ്പോർട്ട് പലരുടെയും കയ്യിലുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ ശബരിമലയിൽ ഇപ്പോൾ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്ന വിഗ്രഹം സാക്ഷാൽ ഭൂതനാഥനായ അയ്യപ്പൻ്റെ ആദ്യത്തെ വിഗ്രഹമല്ല. ആ വിഗ്രഹം നശിപ്പിക്കപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി ഭാഗത്തുള്ള ചില എസ്റ്റേറ്റ് മുതലാളിമാരുടെ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായാണ് ആ വിഗ്രഹം നശിപ്പിച്ച് ശബരിമലയ്ക്ക് തീ വെച്ചത്. അതിനുശേഷം പിന്നീടൊരു വിഗ്രഹം വന്നു. ആ വിഗ്രഹം അന്ന് വച്ച വിഗ്രഹം ഇപ്പോഴും ഉണ്ട് എന്നാണ് വിശ്വാസം. അത് ശരിക്കും അത് സ്വർണ്ണ വിഗ്രഹമല്ല ആണോ? അതെന്താണ് ആ വിഗ്രഹത്തിൻ്റെ കഥ? അതായത് കുറച്ച് നമുക്ക് ഈ തീവയ്പ്പിൻ്റെ കാര്യം കൂടി ഇതിൻ്റെ അകത്ത് കേശവമേനോൻ റിപ്പോർട്ടിൽ പറയുന്ന അല്ല, ഈ ആദ്യത്തെ സംസ്ഥാന സർക്കാർ EMSൻ്റെ സർക്കാരാണെന്ന് അന്നൊരു വാഗ്ദാനം ഉണ്ടായിരുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമല തീവെപ്പിൻ്റെ റിപ്പോർട്ട് നിയമസഭയിൽ വെക്കും എന്ന് പറഞ്ഞ് കേരളത്തിലെ ഹിന്ദുക്കളെ കബളിപ്പിച്ചു. അങ്ങനെ തീവെപ്പിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അസംബ്ലിയിൽ വെക്കും എന്ന് പറഞ്ഞ സർക്കാർ എന്ന് പറഞ്ഞ് വോട്ട് തേടിയ ഹിന്ദുക്കളുടെ വോട്ട് നേടിയ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നിട്ട് ഇന്നുവരെ അത് പാലിച്ചിട്ടില്ല. ശരിയല്ലേ? ഈ റിപ്പോർട്ട് ഞാൻ മലയാളത്തിലാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വേറൊരു അവസരത്തിൽ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ 1950 മെയ്യിലാണ് ഈ ശബരിമല ക്ഷേത്രം, അതായത് പിച്ചള വാതിലാണ് അന്ന് ഉണ്ടായിരുന്നത്. ശ്രീകോവിലേക്ക് കയറാനായിട്ട് പിച്ചള വാതിൽ. ഈ വാതില് ബലമായിട്ട് തകർത്ത് ശ്രീകോവിലിൻ്റെ അകത്ത് കയറി ഈ അയ്യപ്പ വിഗ്രഹം തച്ചുടക്കുകയാണ് ചെയ്തത്. ഈ കയറിയ ആളുകളുടെ ഉദ്ദേശം കൊള്ളയായിരുന്നില്ല എന്ന് കേശവമേനോൻ റിപ്പോർട്ടിലുണ്ട്. കാരണം അവിടുത്തെ എന്തെങ്കിലും സ്വർണ്ണോ വെള്ളിയോ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും വേറെ ഒന്നും അവിടെ നിന്ന് വിഗ്രഹം തകർക്കുക എന്നുള്ളതാണ്. വിഗ്രഹഭഞ്ജനം നടത്തണമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കയറിയത്. അതാണ് കേശവമേനോൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യം ഈ മെയ്യിൽ 1950 മെയ്യിൽ ശാന്തിക്കാരൻ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പോകുന്നുണ്ട്. ആ സമയത്ത് വിഗ്രഹമൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളത് ഭക്തർക്കും ഒക്കെ നല്ല ഓർമ്മയുണ്ട്. ഈ 18 പടി കയറി ജൂൺ 14 ശാന്തിക്കാരൻ ചെല്ലുമ്പോഴാണ് ശരിക്കും ഈ ഹൃദയം പൊട്ടുന്നത് പോലുള്ള ഈ കാഴ്ച കാണുന്നത്. കാരണം മെയ്യിൽ ഇത് തകർത്തിട്ട് ഈ കാഞ്ഞിരപ്പള്ളി ഭാഗത്തെ തോട്ടോടമകൾ പോയി. അത് കഴിഞ്ഞ് ഈ ജൂൺ 14 ഈ ശാന്തിക്കാരൻ ഇത് കാണുന്നത്. കാണുമ്പോൾ അയ്യപ്പന് തലയില്ല, കല്ല് കൊണ്ടുള്ള വിഗ്രഹമാണ്. അന്ന് ശിലാവിഗ്രഹമാണ്, തലയില്ല. ഇടത് കാല് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. വിരലുകൾ പലയിടത്തായിട്ട് ഈ മുറിച്ചിട്ടേ അയ്യപ്പൻ്റെ വിരലുകൾ ചെതറിക്കിടക്കുക. ഈ 10 വിരലുകളും ചുറ്റും ചെതറിക്കിടക്കുകയാണ്. അതാണ് ഈ ശാന്തിക്കാരൻ കാണുമ്പോൾ ഉള്ള കാഴ്ച. അന്നത്തെ വിരലുകൾ പലയിടത്ത്. ജൂൺ 20 കൊല്ലം DSP പോയി കാണുന്നു. അപ്പോഴേക്കും 1 മാസം കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം കാണുന്നുണ്ട് ഈ പിത്തള വാതിലിൽ 15 വയലന്റ് കട്ട് മാർക്സ് എന്നാണ് കേശവമേനോൻ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ട് ഇത് മുറിക്കാൻ ശ്രമിച്ച് തല്ലിപ്പൊളിക്കാൻ. അതുകൊണ്ടാണല്ലോ അങ്ങനത്തെ മാർക്കുകൾ വന്നിരിക്കുന്നത്. ഉപയോഗിച്ചിട്ടുണ്ട്, മഴു ഉണ്ടായിരുന്നു, ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രീകോവിലേക്ക് കിടക്കുന്ന പിച്ചള വാതിൽ തകർക്കാനായിട്ട് ആ വാതിലിൽ 15 മാർക്കിങ്സ് ഉണ്ട്. ബലം പ്രയോഗിച്ച് അതിൻ്റെ അകത്ത് ഈ മനഃപൂർവ്വം ഒരു കൂട്ടം ആളുകൾ കടക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവാണ് ഈ വാതിലിലെ 15 പാടുകൾ. അപ്പോൾ അത് തകർക്കാൻ തന്നെ ഉദ്ദേശിച്ച് ഈ സംഘം ഇത് ചെയ്തതാണ് എന്ന് കേശവമേനോൻ പറയുന്നുണ്ട്. DIG മഴു
അതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. ആ മഴുവിൽ ഈ പിത്തളയുടെ അംശങ്ങൾ മഴുവിൽ നിന്ന് കിട്ടിയിരുന്നു. ഈ വാതിൽ കൊത്താൻ ആ മഴു തന്നെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെ. ഇതിൻ്റെ അകത്തുള്ള ഇത്തിരി സ്വർണം വെള്ളിയൊന്നും അമ്പലത്തിൻ്റെ അകത്തു നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. മെയ് 20-നാണ് ശാന്തിക്കാരൻ പോയത്, പൂജ കഴിഞ്ഞിട്ടൊക്കെ പോയത്. അപ്പോൾ 5 മണിക്കൂറോളം ഈ തകർക്കാൻ, ഈ പിത്തളവാതിൽ പൊളിക്കാനും മൊത്തത്തിൽ ഈ അമ്പലം തകർക്കാനായിട്ട് ആ സംഘം ചെലവാക്കിയതായിട്ട് അനുമാനിക്കുന്നുണ്ട് പോലീസ്. കേശവ മേനോൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവർ ആ ഭാഗത്തെ ഗോത്രവർഗ ആളുകളെയൊക്കെ ചോദ്യം ചെയ്തിരുന്നു. ആദ്യം ഇത് കണ്ടത് അവരാണ്. ശാന്തിക്കാരനൊക്കെ മുമ്പ് അവർ കണ്ടിരുന്നു. അവർ ആ സമയത്ത് തന്നെ ഏതാണ്ട് ഇത് കണ്ടിട്ടുണ്ട്. നീലകണ്ഠൻ എന്ന് പറഞ്ഞിട്ടൊരു മലയ പണ്ടാരം ഈ അമ്പലത്തിന്റെ അകത്തുനിന്ന് പുക വരുന്നത് കണ്ടിരുന്നു. അദ്ദേഹം അത് ആരെയും അറിയിച്ചിട്ടില്ല. പോലീസ് അതിനുള്ള വിവരവും സാമർഥ്യവും ഒന്നും അക്കാലത്തില്ല. അവരത് പൊളിച്ച അകത്തെന്താന്ന് നോക്കുന്നുമില്ല. എവിടെയെങ്കിലും ആരെങ്കിലും മാത്രമല്ല, അത് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ല. ഇതിങ്ങളൊക്കെ പാവങ്ങളല്ലേ, നാട്ടിൽ കഴിയുന്നവർ. അതെ, അദ്ദേഹം നീലകണ്ഠൻ പുക കണ്ടിരുന്നു. മെയ് 23-ന് ഈ വന ഉൽപ്പന്നങ്ങളൊക്കെ പറിക്കാനും പറക്കാനും ഒക്കെ ആയിട്ട് ഗോത്രവർഗക്കാർ ആ ഭാഗത്ത് പോയതായിട്ട് കണ്ടിരുന്നു. അതിൽ 25 വയസ്സുള്ള പൊടിയൻ എന്ന് പറഞ്ഞ ആദിവാസി 18 പടി കയറി മുകളിലേക്ക് പോയി നോക്കി. അപ്പോൾ അമ്പലം മുഴുവൻ കത്തിയിരിക്കുന്നത് കണ്ടു പൊടിയൻ. ഈ പൊടിയനെ പിന്നീട് നീലകണ്ഠനെയൊക്കെ പോലീസുകാർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പാവങ്ങളാണ്, അവർക്കിതിൽ പങ്കൊന്നുമില്ല, അവരിത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 4 ഗ്രൂപ്പുകൾ അവിടെ ഈ വനവിഭവങ്ങൾ കൊള്ള ചെയ്തെടുക്കാൻ, വേട്ടയാടാൻ, പോച്ചേഴ്സ്, അങ്ങനെ 4 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഈ 4 ഗ്രൂപ്പുകളെ പോലീസ് വളഞ്ഞിട്ട് പിടിച്ചിട്ട് അവരാണോ ഇത് ചെയ്തതെന്നൊക്കെ ചോദ്യം ചെയ്ത് അവരിൽ നിന്നുള്ള ലീഡ് ഒക്കെ കിട്ടിയിട്ടാണ് ഇത് ഇന്നൊക്കെ വളരെ അറിയപ്പെടുന്ന പേരുകളുള്ള ഈ കാഞ്ഞിരപ്പള്ളിയിലെ അച്ചായന്മാരാണ് ഇന്ന് കണ്ടുപിടിക്കുന്നത്. ആ അച്ചായന്മാരിൽ ഒരു കുടുംബത്തിലെ അവസാനത്തെ ആൺതരിയും വെടിയേറ്റ് മരിച്ചുപോയി. അടുത്ത കാലം 2 കൊല്ലം അല്ലേ, 2-3 കൊല്ലത്തിനുള്ളിൽ. അതെ അതെ. എന്നിട്ട് സെപ്റ്റംബർ 8-ാം തീയതിയാണ് കേശവ മേനോനെ ഇത് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിക്കുന്നത് തന്നെ. അത്രയും സമയം കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കേശവ മേനോന്റെ റിപ്പോർട്ട് അത് പിന്നീട് പ്രസിദ്ധീകരിച്ചു. ഞാൻ കണ്ടെടുത്ത് കേസരി വാരികയിൽ പ്രസിദ്ധീകരിച്ചു. അത് കുരുക്ഷേത്രം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അവൈലബിൾ ആണ് കേശവ മേനോൻ റിപ്പോർട്ട്. അന്ന് MN ഗോവിന്ദ്, പിന്നെ 1957 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ MN ഗോവിന്ദൻ നായരാണ് പാർട്ടിയുടെ സെക്രട്ടറി, അവിഭക്ത പാർട്ടിയുടെ. അദ്ദേഹം എല്ലാവർക്കും വാക്ക് കൊടുത്തു. മുമ്പത്തെ സർക്കാരുകൾ, ഈ ജോണിന്റെ സർക്കാർ, ശങ്കറിന്റെ സർക്കാർ, താണുപിള്ളയുടെ സർക്കാർ, ഇവരൊക്കെ ഇത് പ്രസിദ്ധീകരിച്ചില്ലല്ലോ. അത് നിക്ഷിപ്ത താല്പര്യങ്ങളുള്ളതുകൊണ്ടാണ്. ചില സമുദായത്തിനെ അവർക്ക് സംരക്ഷിക്കണമായിരുന്നു. ജാതിയും മതവും പറഞ്ഞിട്ടാണ് MN ഗോവിന്ദൻ നായർ വോട്ട് പിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ ശബരിമല തീവച്ച കേസിലെ കേശവ മേനോൻ റിപ്പോർട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രസിദ്ധീകരിക്കും എന്ന് ഗോവിന്ദൻ നായർ വാക്ക് കൊടുത്തിട്ട് അതുവരെ വോട്ട് ചെയ്യാത്ത 80 വയസ്സുള്ള എൻ്റെ സുഹൃത്ത് KP നായർ എന്ന് പറഞ്ഞ ജയൻ മുറിവേലി എന്നുള്ള ബൈലൈനിൽ മനോരമയിൽ എഴുതുമായിരുന്നു. വാഷിങ്ടണിൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കറസ്പോണ്ടൻ്റ് ആയിരുന്ന ആളാണ് KP നായർ. KP നായർ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഈ കേശവ മേനോൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ, എൻ്റെ അമ്മ 80-83 വയസ്സുള്ളപ്പോൾ അന്ന് MN ഗോവിന്ദൻ നായർ പറഞ്ഞിട്ട് അവരതുവരെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ കോൺഗ്രസ് അനുഭാവിയൊക്കെ ആയിരുന്നതാണ്, എല്ലാ നായർ കുടുംബങ്ങളിലെയും പോലെ. അവർ ഈ MN ഗോവിന്ദൻ നായർ പറഞ്ഞത് കേട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 83 വയസ്സുള്ളപ്പോൾ എന്ന് KP നായർ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അയ്യപ്പ വിശ്വാസികളെ ചതിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സംഭവമല്ല. തുടക്കം മുതലേ അയ്യപ്പ വിശ്വാസികളെ, ഹിന്ദുക്കളെ ചതിക്കുക കാലത്തും പറ്റിച്ചു. പക്ഷെ എത്ര ദയനീയമാണെന്ന് ഓർക്കൂ. ഒരു കോടിക്കണക്കിന് ആളുകൾ വരുന്ന, ലോകത്തെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന വലിയ ഭക്തജന സഞ്ചയമുള്ള ഭഗവാൻ അയ്യപ്പൻ്റെ തിരുസന്നിധാനത്തിന് തീവച്ചു. അവിടെ ഉണ്ടായിരുന്ന, അപ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ശാസ്താ വിഗ്രഹത്തിൽ അയ്യപ്പൻ വിലയം പ്രാപിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വിലയം പ്രാപിച്ചു എന്ന് കരുതാവുന്ന ആദ്യ വിഗ്രഹം തല വെട്ടിമാറ്റി, കാൽ വെട്ടിമാറ്റി, വിരലുകൾ മുറിച്ചു മാറ്റി പലയിടത്തായി വലിച്ചെറിഞ്ഞ നരാധമന്മാരെ, വർഗീയവാദികളെ ഒന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല
ശബരിമലയ്ക്ക് തീ വെച്ച് വിഗ്രഹം നശിപ്പിച്ചവരെ കേരള പോലീസിന് കേശവമേനോൻ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ട് അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു ആ തോട്ടമുടമകൾ അങ്ങനെ തന്നെ നിന്നോട്ടെ തീരുമാനിച്ചു. അതുകൊണ്ടാണ് കേശവമേനോൻ റിപ്പോർട്ട് അവർ മേശപ്പുറത്ത് വെക്കാതിരുന്നത്. എത്ര വലിയ ചതിയാണെന്ന് നോക്കൂ. അയ്യപ്പ വിശ്വാസികളോട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ഒരേപോലെ ചതിയാണ്. അയ്യപ്പൻ്റെ പരിപാവനമായ ശബരിമലയുടെ ശ്രീകോവിൽ തീവച്ച് അവിടുത്തെ പുരാതന വിഗ്രഹം തകർത്ത്. നമ്മൾ ഇന്ന് കാണുന്നത് അയ്യപ്പൻ്റെ ആദ്യത്തെ വിഗ്രഹം അല്ല. ഭഗവാൻ അയ്യപ്പൻ പന്തളത്ത് രാജകുമാരനായ അയ്യപ്പൻ പോയി വിലയം പ്രാപിച്ച ആ ശാസ്താവിൻ്റെ വിഗ്രഹം അല്ല. അത് നമുക്ക് നഷ്ടപ്പെടുത്തിയത് ഇവിടുത്തെ ക്രൈസ്തവ വിശ്വാസം കൊണ്ടു നടക്കുന്ന ഹിന്ദുക്കളോട് അസഹിഷ്ണുതയുള്ള ചില എസ്റ്റേറ്റ് മുതലാളിമാരാണ്. അവരെ ഇന്നുവരെ 50-ന് ശേഷം ഇപ്പോൾ 75 വർഷം കഴിഞ്ഞിരിക്കുന്നു. തൊട്ടിട്ടില്ല കേരളത്തിലെ സർക്കാർ, കേരളത്തിലെ ഭരണകൂടം. ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഹിന്ദുക്കളുടെ ആരാധനാ സ്വാതന്ത്ര്യം അന്നു മുതലേ ലംഘിക്കപ്പെട്ടു. അപ്പോൾ കേശവമേനോൻ റിപ്പോർട്ടിനെ പറ്റി ഇപ്പോൾ ചില പത്രങ്ങൾ പരാമർശിച്ചാലും കേശവമേനോൻ റിപ്പോർട്ടിൽ ഈ ഭാഗം പറയില്ല. അല്ല, അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള സമുദായം ക്രൈസ്തവ സഭയായിരുന്നു. ഇപ്പൊ ഒന്നുമല്ല. ഇപ്പൊ എല്ലാവരും വഴി കിടന്ന ചെണ്ടയെ പോലെ കൊട്ടിക്കൊണ്ടിരിക്കുക. അയ്യപ്പ ശാപം കൂടി ആയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് അന്ന് മാവേലിക്കരയിലെ ഈശ്വരൻ നമ്പൂതിരിയാണ് അന്നത്തെ അവിടുത്തെ മേൽശാന്തി. ഈ ഈശ്വരൻ നമ്പൂതിരി ഒരു സംശയം ചോദിക്കട്ടെ, ഈശ്വരൻ നമ്പൂതിരിയുടെ കാര്യം പറയാം. ഇടയ്ക്ക് പെട്ടെന്ന് തോന്നിയ സംശയം. അപ്പോൾ വിഗ്രഹം തകർന്ന് അയ്യപ്പൻ്റെ ശ്രീകോവിൽ തകർക്കപ്പെട്ടതിന് ശേഷം പിന്നെ ആരാധന കുറെ കാലം നടന്നില്ലേ? ആരാധനകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കല്ല് വിഗ്രഹം ഉണ്ടല്ലോ, ആ വിഗ്രഹം അവിടെ തന്നെ ഉണ്ട്, അത് തന്നെ വെക്കുക എന്ന് വിചാരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പൂജ മുടക്കാനൊന്നും പറ്റില്ല. ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ചെങ്ങന്നൂരില് തട്ടാവിള എന്ന് പറഞ്ഞ വിശ്വകർമ്മ കുടുംബം, അവര് ഇപ്പൊ തട്ടാവിള കുടുംബത്തിലെ മഹേഷ് പണിക്കര് വന്നിട്ട് ഇത് മുഴുവൻ ഭയങ്കര തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്, അത് സ്വർണം പൂശിയതാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് മുതൽ ഇത് സന്നിധാനത്ത് തന്നെ, അവരാണ് അവിടുത്തെ സ്വർണ്ണപ്പണി ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഇത് സന്നിധാനത്ത് വെച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഈ പണി തന്നെ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് മഹേഷ് പണിക്കർ ഇപ്പൊ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കൾ നീലകണ്ഠ പണിക്കരും അയ്യപ്പ പണിക്കരും ചേർന്നിട്ടാണ് 1950 ഈ കല്ല് വിഗ്രഹത്തിന് പകരം പുതിയ പഞ്ചലോഹ വിഗ്രഹം നിർമ്മിച്ചത്, ഉണ്ടാക്കുന്നത്. ആ കല്ല് വിഗ്രഹം പിന്നീട് ഒരു മണിയാക്കി മാറ്റി അല്ലേ? അതെവിടെയാണുള്ളത്? ഈ പഞ്ചലോഹ വിഗ്രഹം പിന്നീട് എടുത്തിട്ട് PT രാജൻ ഈ ദേവസ്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾ കൊണ്ടുപോവാണ് ശബരിമലയ്ക്ക്. അതവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പ് പിന്നെ മദ്രാസ് സ്റ്റേറ്റില് അന്നത്തെ ഘോഷയാത്രയായിട്ട് കൊണ്ടുപോയതായിട്ട് ചരിത്രത്തിൽ പറയുന്നുണ്ട്, വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പേ ഈ പുതിയ വിഗ്രഹം. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പഴയ കല്ല് വിഗ്രഹം, ഈ കൈ പോയതും തല പോയതും ഒക്കെ ആയിട്ടുള്ളത്, അത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മണിയായിട്ട് കാർവ് ഔട്ട് ചെയ്തു. അതൊരു മണിയാക്കി മാറ്റിയിട്ട് നമ്മുടെ ശ്രീകോവിലിന്റെ മുമ്പില് അടിക്കാനായിട്ട് ഒരു മണിയായിട്ട് അത് തൂക്കുകയാണ് ചെയ്തത്. അവിടെ ആ ശ്രീകോവിലിന്റെ മുന്നിൽ കാണുന്ന ആ മണി അവിടുത്തെ ആദ്യത്തെ വിഗ്രഹമാണ്. അതിലാണ് പന്തള രാജകുമാരനായ അയ്യപ്പൻ വന്ന് വിലയം പ്രാപിച്ചു എന്ന് പറയുന്നത്. അത് തന്നെ, പഴയ വിഗ്രഹമാണല്ലോ. അതൊരു വലിയ പവിത്രമായ സംഭവമാണല്ലോ. എത്രയോ കാലങ്ങളായി, നൂറ്റാണ്ടുകളായി പൂജിച്ചിരുന്ന വിഗ്രഹമാണത്. അതെ, ആ വിഗ്രഹം ആണ് പണ്ട് കാനന ക്ഷേത്രമായിരുന്ന കാലം മുതൽ പൂജിച്ചിരുന്നത്. ആ കല്ല് എടുത്തിട്ടാണ് പിന്നെ ആ മണിയാക്കി തൂക്കിയത്. അത് അറിഞ്ഞുകൂടാത്ത എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കരമായ ചരിത്രമുള്ളതാണ് വഞ്ചനയുടെ ചരിത്രം. 1950-ലും 57-ലും ഒക്കെ ഉള്ളതാണ്. പലതരം ആളുകൾ അയ്യപ്പനെ വഞ്ചിക്കാൻ നോക്കിയിട്ട് എല്ലാവരും അനുഭവിക്കുകയും ചെയ്തു. അല്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് അയ്യപ്പനോട് ശബരിമലയോട് നീതി കാണിച്ചിട്ടില്ല. നീതി കാണിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് MN ഗോവിന്ദൻ നായർ കൊടുത്ത വാഗ്ദാനം പാലിച്ച് ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് ശബരിമല എന്ന മഹാക്ഷേത്രത്തിനെ നശിപ്പിച്ച അവരെ പറയുക, ആ ക്രിമിനൽസിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമായിരുന്നു. ഭരണഘടനയ്ക്കും രാജ്യത്തെ നിയമത്തിനും അതീതമായി കാഞ്ഞിരപ്പള്ളിയിലെ എസ്റ്റേറ്റ് ഉടമകൾക്ക്
കോടിക്കണക്കിന് വരുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ ആരാധ്യ ദൈവമായ അയ്യപ്പൻ്റെ ക്ഷേത്രവും വിഗ്രഹവും നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എത്ര 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 വലിയ സങ്കടകരമാണ്. പക്ഷേ അവരെ ഒന്നും അയ്യപ്പൻ വിട്ടിട്ടില്ല വെറുതെ, അല്ലേ? അയ്യപ്പ ശാപത്തിൽപ്പെട്ട് ആ പലരും, ആ കുടുംബത്തെ പലരും വല്ലാത്ത ദുരന്തങ്ങളിലൂടെ കടന്നുപോയത്. ഇപ്പോഴും നമ്മൾ എത്ര വികാരത്തോടു കൂടിയാണ് നമ്മളത് നോക്കുക. ഈ പാളികൾ ആ വാതിലും പിന്നെ അഴിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പുതിയ വാതിൽ എന്ന് പറഞ്ഞിട്ട് അത് ഋതുമതിയായ സ്ത്രീകളും ഒക്കെ വീടുകളിൽ കൊണ്ടുപോയിട്ട് പൂജിച്ച് എന്തൊക്കെ വൃത്തികേടാണ് ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ കാലത്ത് നടന്നത്. 1957 നടന്നത്. ഇതൊരു നൈരന്തര്യമാണ്. അല്ല, കമ്മ്യൂണിസ്റ്റുകാരെ ശരി, കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം എന്തിനു പറയുന്നു? കോൺഗ്രസ്സുകാരെ നീതി കാണിച്ചോ? എന്നാ പിന്നെ അതിന് മുമ്പേ പ്രസിദ്ധീകരിക്കണ്ടല്ലേ? എന്നാ അതാ പറഞ്ഞേ, കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളെ പറ്റിച്ചു, അതുകൊണ്ട് ഞങ്ങളത് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ കോൺഗ്രസിന് വരായിരുന്നല്ലോ. കോൺഗ്രസിന് പിന്നീട് പ്രസിദ്ധീകരിക്കുന്ന. അപ്പൊ ഹിന്ദുവിനെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒക്കെ ചങ്കാതിമാരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.